എൻ്റെ പേര് സുരേഷ് ബാബു. ഞാൻ നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഡിസൈനർ ബാഗ്സ് ചേലക്കര. മാനുഫാക്ചറിങ് യൂണിറ്റാണ് നമ്മൾ നടത്തുന്നത്. ഇപ്പോൾ റീറ്റെയിൽ രംഗത്തേക്കും ഞാൻ ഈ മേഖലയിലേക്ക് വന്നിട്ട് 17 വർഷമായി. ഇത് മാനുഫാക്ചറിങ് യൂണിറ്റായി നടത്തുക. ഇപ്പോൾ റീറ്റെയിലേക്ക് വന്നിട്ട് ഒരു 8 മാസം. ജനുവരി 2025 ജനുവരി 1-ാം തീയതിയാണ് ചേലക്കര ബസ് സ്റ്റാൻഡിന് ഉള്ളിൽ. നമ്മൾ വേറെ മറ്റുള്ള ഇതൊന്നും അറിയില്ല. നമ്മൾ ജസ്റ്റ് ഇത് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ പോയി. അവിടെ സെയിൽസിലെ ഇതായിരുന്നു, സെയിൽസ് മാനേജറായി വർക്ക് ചെയ്തു. അവിടുന്ന് പിന്നെ നമുക്ക് സ്വന്തമായ ഒരു സ്ഥാപനം തുടങ്ങണം എന്ന് വിചാരിച്ചു. അങ്ങനെ ഈ രംഗത്തേക്ക് വന്നതാണ്. തൃശ്ശൂരിലായിരുന്നു നമ്മൾ ഇതിനു മുമ്പേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സ്ഥാപനത്തിലായിരുന്നു വർക്ക് ഉണ്ടായിരുന്നത് 17 കൊല്ലം മുന്നേ. ബാഗ്സിൽ അങ്ങനെ ടൈപ്പൊന്നും ഇല്ല. നമ്മൾ ഓരോ മാസം അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോൾ ആരെന്ത് പറഞ്ഞു, എങ്ങനെ വിപണിയിൽ എവിടെ എന്ത് കണ്ടോ അതിന്റെ മോഡലുകൾ നമ്മൾ ഉണ്ടാക്കും. അത് ഉണ്ടാക്കി വിതരണം ചെയ്യും. എത്ര ടൈപ്പൊന്നൊന്നുമില്ല. ആരെന്ത് ബാഗ് അങ്ങനത്തെ കണ്ടോ അതുപോലത്തെ വേണോ അതുപോലത്തെ ചെയ്യും. ഡിസൈൻ ചെയ്ത് നമ്മൾ തന്നെ കൊടുക്കുന്നതാണ്. മറ്റുള്ള സ്ഥാപനങ്ങളിലേക്ക് അവരുടെ പേരൊക്കെ വെച്ച് നമ്മൾ പ്രിന്റ് ചെയ്ത് കൊടുക്കും. നമ്മൾ മെയിനായിട്ടുള്ള കസ്റ്റമേഴ്സ് തിരുവനന്തപുരം, തൃശ്ശൂർ, എറണാകുളം, തൃശ്ശൂർ ജില്ലയിലെ എവിടെ വേണമെങ്കിലും, അല്ല തൃശ്ശൂർ ജില്ല കേരളത്തിലെ എവിടെ വേണമെങ്കിലും നമ്മൾ സപ്ലൈ ചെയ്യണം. മെയിനായിട്ട് നമ്മളുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ട്രിവാൻഡ്രം പോലീസ് അസോസിയേഷന്റെ അവരുടെ വർക്കുകളാണ്. എല്ലാ വർഷവും ഉണ്ടാവും. അത് നമ്മൾ ചെയ്യുന്നതിൽ 90% അവർക്കാണ് സപ്ലൈ ചെയ്യുന്നത്. നമ്മളിവിടെ ഒരു 10-17 പേര് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. കൊറോണയ്ക്ക് മുമ്പ് 10-25 പേരുണ്ടായിരുന്നു. ഇപ്പോ ഒരു 10-17 പേര് 20 പേര് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കണ്ടിന്യൂസ്. ഇത് ട്രാവൽ 1 ഇയർ വാറന്റിയോട് കൂടി കൊടുക്കുന്നതാണ്. 1000 യൂലി. ഈ സിബ് വരുന്നത് ഒരൊറ്റ കമ്പാർട്ട്മെന്റ് ആണ്. അതിനിടയ്ക്ക് പോക്കറ്റുകൾ 2 സൈഡ്. ഇതിലങ്ങനെ പോക്കറ്റ്, ബാക്ക് ആരെയും ബെൽറ്റ് ഇങ്ങനെ അരക്കി പറ്റും. ഇതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ബാഗാണ്. ഇതിന്റെ 95 ലിറ്റർ കൊള്ളുന്നതാണ്. 1 ഇയർ വാറന്റിയോട് കൂടി നമ്മൾ 10 തരം കളേഴ്സ് ഉണ്ട്. കളറുണ്ട്. ഇങ്ങനെ 10 വിവിധ തരം കളറുകൾ. സ്കൂൾ ബാഗില് 10-20 മോഡലുകൾ, പല മോഡല് പല വലിപ്പത്തില് ഉണ്ട്. 10-20 തരം മോഡലുകളുണ്ട്. ഈ 1 ഇയർ വാറന്റിയോട് കൂടി കൊടുക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ്. ഞങ്ങൾ 1 ഇയർ വാറന്റിയോട് കൂടിയാണ് സകല ബാഗും. നമ്മളിവിടെ ഒരു വർഷത്തില് ഞങ്ങളുടെ യൂണിറ്റില് ഒരു 10-30,000 ബാഗുകൾ അടിക്കും. അതെല്ലാം 1 ഇയർ വാറന്റിയോട് കൂടി. വർഷത്തിൽ 10-35,000 ബാഗുകൾ നമ്മളിവിടെ തയ്ക്കുന്നതാണ്. അതൊരു ഇഷ്ടംപോലെ മോഡലുകൾ, കുറേ മോഡലുകളുണ്ട്. 1 ഇയർ വാറന്റിയോട് കൂടി നമ്മൾ ഇത് 1000 യൂലി പറയും. അതിൽ 1 ഇയർ വാറന്റി, 2 വർഷമൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കാം. നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുന്നതാണ്. അതാ ഈ തരം ബാഗാണ് ബ്രാൻഡ് നെയിം വെച്ച് നമ്മൾ തയ്ക്കുന്നത്. ഇപ്പോൾ പാലക്കാട് പോലീസ് അസോസിയേഷൻ അവരെ ഇപ്പോൾ തൊട്ട് ജൂൺ മാസത്തിൽ നമ്മൾ 3000 പീസ് അവർക്ക് മാത്രം ഇതേപോലെ ഇവിടെ പോലീസ് അസോസിയേഷൻ എംബ്ലം കൊടുത്ത് ഞങ്ങളിപ്പോൾ ചെയ്താണ്. വൈദ്യുതി ഭവൻ തൃശ്ശൂർ ഒരു 1000 പീസ് വേറെ ചെയ്തു. അപ്പോൾ ഈ 10 ദിവസം മുന്നേ കൊടുത്തതാണ് കോംപ്ലിമെന്റ്. ഇതും 1 ഇയർ വാറന്റിയോട് കൂടിയാണ് നമ്മൾ അവർക്ക് കോംപ്ലിമെന്റ് അവരുടെ ലേബിൾ വെച്ച് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ഇതില് കളർ നമ്മൾ ഏത് ചോയ്സ് ചെയ്താലും അത് അതിനനുസരിച്ച് കിട്ടും. പ്രിന്റ്, സ്ക്രീൻ പ്രിന്റ് ചെയ്യും, ഫ്യൂസിങ് പ്രിന്റിങ് ചെയ്യും. ഇതൊക്കെ ഫ്യൂസിങ് ആണ്. ഇത് നമ്മളുടെ ലേബിളാണ്. ഇതേ ലേബിളിൽ അവർ പറയുന്ന ജോയിന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ നമ്മൾ ചെയ്തു. ഇത് ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ടോട്ട് ബാഗ് പറയും, അതാണ്. ആ ടൈപ്പാണ് ഈ മോഡൽ കുട്ടികളുടെ. ഇതിനും വാറന്റി ഉണ്ട്. 1 വർഷത്തെ വാറന്റിയോട് കൂടി എല്ലാം ഇവിടെ മേടിക്കുന്ന ഞങ്ങളെല്ലാം ചെയ്യുന്ന എല്ലാ ബാഗിനും 1 ഇയർ വാറന്റിയോട് കൂടിയാണ്. ചാർലി ബാഗാണ്. 1 ഇയർ വാറന്റിയോട് കൂടി ഞങ്ങൾ കൊടുക്കുന്നതാണ്. ഇത് 10 കളർ വരെ എക്സിക്യൂട്ടീവ്, 5 കളർ വരെ, ബ്ലാക്ക് അങ്ങനെ എല്ലാ കളറുകളും 5 കളർ വരെ. കുട്ടികളുടെ ബാഗാണ്, ചെറിയ കുട്ടികൾ.
10-20 അതേപോലെ പ്രിന്റ്, യൂണിക്കോൺ, നെറൂട്ട, ബെൻറ്റൻ, സ്പൈഡർമാൻ, അങ്ങനെ എല്ലാതുമായിട്ട് ഉണ്ടായിട്ടുള്ള കുറേ ഐറ്റംസുകൾ, ജ്വല്ലറികൾ, തുണിക്കടകൾ, അങ്ങനെ നമ്മൾ സപ്ലൈ ചെയ്യുന്നതാണ്. വില കുറഞ്ഞ ബാഗാണ്. ഇതിന് വാറണ്ടി ഒന്നുമില്ല. അവർക്ക് നമ്മൾ അവരുടെ ഇഷ്ടത്തിൽ തയ്ച്ചു കൊടുക്കുന്നതാണ്. അവരുടെ പ്രിന്റ് ഇവിടെ. ഇപ്പോൾ നിലവിൽ നമ്മളൊരു 10-50 വെറൈറ്റികൾ അങ്ങനെ മോഡൽ അങ്ങനെ മാറി ബാഗിൽ എല്ലാ ഐറ്റംസും നമുക്ക് ഒരു ട്രെൻഡ് അനുസരിച്ച് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ തന്നെ അതിന് എന്തൊക്കെ സൗകര്യങ്ങൾ ആ ഒരു ബാഗിൽ ഉണ്ടായിരിക്കണം, അപ്പൊ അത് നമ്മുടെ മനസ്സിൽ വരുമ്പോൾ അതിൽ ആ പാറ്റേൺ അതുപോലെ ചെയ്യാൻ വർക്കേഴ്സിനോട് പറയും. അവരത് നമ്മൾ കാണിച്ചു തരും. അത് എന്നിട്ട് ഓക്കെ ആയി കഴിഞ്ഞാൽ ശരി പറയും. അതിന് പിന്നെ നമ്മൾ പ്രൊഡക്ഷൻ 300, 400, 500 അങ്ങനെ രീതിയിൽ ഉള്ള പ്രൊഡക്ഷൻ ആ ഒരു മോഡലാക്കി അങ്ങനെ ചെയ്യും. ഒരു മോഡല് നമ്മളൊരു 500 പീസ് 400 പീസ് വെച്ച് ഒറ്റ കട്ടിങ് ആണ്. അത് നമ്മൾ കുറയും തോറും അതിന്റെ റേറ്റ്, മാനുഫാക്ചറിങ്ങിന്റെ റേറ്റ് കൂടിപ്പോകും. അപ്പൊ കൂടുന്തോറും അതിന് ഒരു മാറ്റങ്ങൾ ഉണ്ടാവും. അങ്ങനെയാണ് ഫ്യൂച്ചർ പ്ലാൻ പറഞ്ഞ ഒരു ബ്രാൻഡ് നെയിം ആക്കി അത് നല്ല രീതിയിൽ കൊണ്ടു നടക്കണം. അതാണ് ഇപ്പോൾ. പിന്നെ ഇപ്പോഴത്തെ ഒരു മാന്യം കൂടെ കാരണം ബിസിനസ്സിനോട് ഒരു കാരണവശാലും നമ്മൾ നിർമ്മിക്കുന്ന ഞാൻ നിർമ്മിക്കുന്ന ഈ ബാഗിന്റെ ക്വാളിറ്റി ഓൺലൈനിൽ നിന്ന് കിട്ടുന്ന ബാഗിന് ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിനേക്കാൾ റേറ്റും കൂടുതലാണ് അതിനുള്ളത്. അതിൻ്റെ ആളുകളെല്ലാവരും ഓൺലൈൻ രംഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് ഓൺലൈൻ അതിൻ്റെ ഗ്രൂപ്പ് ഉണ്ട്, ഡിസൈനർ ബാഗ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. അതിലൂടെയും കിട്ടാം, ശ്രമിക്കാം. ഇവിടെ വന്ന നമ്മൾ അതിനനുസരിച്ച് ചെയ്യാം. ഫോൺ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാലും എത്തിക്കേണ്ട സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതാണ്. ഫാമിലിയിൽ നമ്മൾ വൈഫുണ്ട്, നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ വൈഫ് അവിടെ നോക്കും. പിന്നെ മോനുണ്ട്, അവൻ ഡിഗ്രിക്ക് പഠിക്കുന്നു. അവൻ ക്ലാസ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കടയിൽ നോക്കും. ഒരു 7-8 മണി വരെ അവിടെ നിന്ന് രണ്ടുപേരും നന്നായി സഹായിക്കും. ഞങ്ങൾ 4 ആക്റ്റീവായി ഈ രംഗത്ത് തന്നെ ഉണ്ട്. രാവിലെ 9 o'clock വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ വൈകിട്ട് 7 o'clock വീട്ടിലെത്തും. നമ്മളിതുപോലെ ഒരു റീറ്റെയിൽ നന്നായി ഹോൾസെയിലും റീറ്റെയിലുമായിട്ട് ഇവിടെ തന്നെ നല്ലൊരു റീറ്റെയിൽ ഷോപ്പ് തുടങ്ങണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതിലേക്ക് എത്തി. അത് നല്ല രീതിയിൽ എല്ലാവരും അറിയുന്നു, നന്നായി കച്ചവടമൊക്കെ നടക്കണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. ഇതായിട്ടൊരു ഈ രംഗത്തെ ബിസിനസ്സിലേക്കാണ് വരുന്നതെങ്കിൽ ആദ്യം അതിനെക്കുറിച്ചൊന്ന് അറിയണം, പഠിക്കണം. അതെങ്ങനെ നമ്മൾ നിർമ്മിക്കലും ഒരു ഭാഗം, അത് എങ്ങനെ വിറ്റഴിക്കാം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ പഠിച്ചാലേ ഈ രംഗത്തേക്ക് വരാൻ പറ്റും. പെട്ടെന്ന് അങ്ങോട്ട് വന്ന് അതിൽ നിന്ന് കഴിഞ്ഞാൽ അതേപോലെ ഔട്ടാവും. ഇതിൻ്റെ ഒരു വിജയം എന്ന് പറഞ്ഞാൽ നമ്മളിത് പ്രൊഡക്റ്റ് ചെയ്യുന്നു, അതിൻ്റെ കളറ് കോമ്പിനേഷൻ, മോഡല്, അതെല്ലാം നമ്മൾ അതാത് സമയത്ത് അതാത് ജനറേഷന് വേണ്ടിയിട്ട് അതായത് സമയത്ത് നമ്മൾ ഒരുക്കുന്നതാണ്. അതിൽ വിജയിച്ചാൽ മാത്രമേ നമ്മളുടെ ഈ സ്റ്റോക്കൊക്കെ വിറ്റഴിക്കപ്പെടുള്ളൂ. അതിലെന്തെങ്കിലും ഫ്ലോപ്പ് കെട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനു വേണ്ടി ഇപ്പോഴത്തെ ഈ ടൈമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാത് ട്രെൻഡ് അനുസരിച്ച് മുന്നേ ഒന്നും അങ്ങനെയല്ലായിരുന്നു. അതായത് നമ്മളെന്തോ ബാഗ് ആ സമയമായി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ അതാത് ട്രെൻഡ് അനുസരിച്ച് വേണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബാഗ് ആ ഒരു വർഷത്തേക്ക് അതിനൊരു കംപ്ലൈൻറ്റും പറ്റില്ല. അതുപോലുള്ള അങ്ങനെയുള്ള നിർമ്മിക്കലാണ് നമ്മൾ. പിന്നെ പിള്ളേരത് പലതരത്തിൽ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ നമ്മളത് നന്നാക്കി കൊടുക്കും. ആ പാർട്സ് മാറ്റി നമ്മളത് അതേപോലെ തന്നെ മാറ്റി കൊടുക്കും. അല്ല അത് ഒന്നിനും പറ്റില്ല നമ്മളുടെ ഇതെന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ബാഗാവും. നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ ചേലക്കര ബസ് സ്റ്റാൻഡ് പടിഞ്ഞാറ് വശം. സ്ഥാപനത്തിന്റെ പേര് ഡിസൈനർ ബാഗ്സ് ചേലക്കര.